വീട്ടുമുറ്റത്ത് പുല്ല് നീക്കം ചെയ്യാന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ. കളകൾ എന്നും ഒരു ശല്യം തന്നെയാണ് നമുക്ക്. നമ്മുടെ റോസ് ഗാർഡനിൽ, വെജിറ്റബിൾ തോട്ടത്തിൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുൽത്തകിടിലൊക്കെ ഈ കളകൾ വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. എന്നാൽ വീട്ടിലുള്ള 3 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കിതിനൊരു ടിപ്പ് നോക്കിയാലോ. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിനാഗിരി, ഡിഷ് വാഷർ അല്ലെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇനി വിനാഗിരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കളകളെ നശിപ്പിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അസറ്റിക് ആസിഡാണ്. അതുകൊണ്ട് തന്നെ കളകളെ നശിപ്പിക്കാൻ വിനാഗിരി വളരെ നല്ലതാണ്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനാഗിരി ഉപയോഗിക്കുന്ന കളനാശിനികൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ആണ്. കാരണം ഇതിന് വെയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ മഴയില്ലാത്ത സമയത്ത് മാത്രം വേണം വിനാഗിരി അടങ്ങിയിട്ടുള്ള കളനാശിനികൾ നമ്മൾ ഉപയോഗിക്കാൻ. ഉപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കളകളെ നശിപ്പിക്കാൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ മണ്ണിനെ അണുവിമുക്തമാക്കുന്നത് കൊണ്ട് തന്നെ ഇത് അപകടകാരിയുമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപ്പ് ഒരു ഉണക്ക വസ്തു ആയതുകൊണ്ട് തന്നെ കളകളെ വേഗം നശിപ്പിക്കുകയും ചെയ്യണം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1/2 ലിറ്റർ വിനാഗിരി എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ഡിഷ് വാഷർ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കളനാശിനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ കളകളുള്ള സ്ഥലത്ത് അടിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മഗ്ഗിൻ്റെ അകത്താക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതുമാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃഷികളുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇതൊഴിച്ച് 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും കളകൾ കരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പുല്ലുകൾ നശിപ്പിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തന്നില്ലേ, നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.